ഹലോ, അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. ഞാനും അവളും പിന്നെ വേറൊരു ഫ്രണ്ടും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കാണാം. അപ്പോൾ നമ്മൾ പോകുന്നത് കൊയിലാണ്ടി ഗീതയിലാണ് കേട്ടോ. ഞാൻ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാണ്. ഇതാ അവൾ വരുന്നുണ്ട് കേട്ടോ. അവൾ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എടുക്കലേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഗീതേൻ്റെ ഉള്ളിലേക്ക് കയറി. അതിനുശേഷം ഫ്രണ്ട് വരാൻ ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതായത് മാരേജുള്ള ഫ്രണ്ട് വരാൻ ലേറ്റ് ആയപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഒരു കോട്ടൺ സാരി നോക്കുകയാണ്. വിഷുവൊക്കെ അല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യാണ് കേട്ടോ. സെലക്ട് ചെയ്ത് നമ്മൾ ലാസ്റ്റ് ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പം നോക്കി ലാസ്റ്റ് കാണുന്ന ഈ ഒരു ഓറഞ്ച് ആ ഒരു കളറാണ് ഞാൻ സെലക്ട് ചെയ്തത്. അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മയ്ക്കും കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ നോക്കി കുറേയൊക്കെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കൊയിലാണ്ടി ഗീത ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ബില്ലാക്കി. പിന്നെ നേരെ പോയത് അച്ഛനൊരു മുണ്ട് വാങ്ങിക്കാനായിരുന്നു കേട്ടോ. മുണ്ട് ഒന്ന് സെലക്ട് ചെയ്യാൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് മുണ്ടിനെ പറ്റിയൊന്നും വലിയ ധാരണ ഉണ്ടാവില്ലല്ലോ. ഒന്ന് അവിടെ നിന്ന് എടുത്തു. അതിനുശേഷം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് 2 നൈറ്റി വാങ്ങിക്കുകയാണ്. അതുകൂടെ കഴിഞ്ഞ് എല്ലാം കൂടെ ബില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഫ്രണ്ട് വന്നു. അവളുടെ കല്യാണ ഡ്രസ്സ് ഇന്നായിരുന്നു സെലക്ട് ചെയ്ത് പോയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണിച്ചു തരാണ് കേട്ടോ. അവളുടെ സാരി എങ്ങനെയുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവൾക്ക് ഇഷ്ടമില്ല വീഡിയോ എടുക്കുന്നത്. ഇഷ്ടമില്ല മീൻസ് സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഞാൻ തമാശ കളിക്കുന്നത് മറ്റേ അവളെന്നെ ചീത്ത അറിയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് പിന്നെ നേരെ അവളുടെ ഒരു ബ്രൈഡൽ സെക്ഷനിലേക്ക് പോയി. അവൾക്ക് വേണ്ടിയിട്ടുള്ള ലെഹങ്കയാണ് കേട്ടോ, തലേത്തെ ഡ്രസ്സ്. അപ്പോൾ അവർക്ക് ദേഷ്യം വരികയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സെഷനിലേക്ക് പോയി നോക്കിയപ്പം ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഉള്ളതിൽ നമ്മളിങ്ങനെ എടുത്തിടാൻ പറയാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. പോയതിന് ശേഷം ചേച്ചിമാർ അവിടെയുള്ള സ്റ്റാഫൊക്കെ നമ്മളോട് നല്ല രീതിക്ക് ബിഹേവ് ചെയ്ത് അവർ നല്ല രീതിക്ക് നമുക്ക് പല കാര്യങ്ങളും കാണിച്ചു തന്നു. അപ്പോൾ ഓരോന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറേ കളക്ഷൻസ് കണ്ടു കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നി. നമ്മൾ വിചാരിച്ചൊരു റേറ്റിനുള്ളിൽ ഏകദേശം നമുക്ക് കിട്ടും. വലിയ റേറ്റ് മുതൽ അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പീച്ച് നമുക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ കണ്ടൊരു കളറായിരുന്നു ഇത് നന്നായിട്ട് ഇഷ്ടമായി, പക്ഷേ അവൾക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളത് മാറ്റി വെച്ചു. പിന്നെ ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, പക്ഷെ അവൾക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഒരു യെല്ലോ കണ്ടിരുന്നു. ഈ ഒരു യെല്ലോ എന്ത് യെല്ലാണെന്ന് അറിയില്ല. ഈ ഒരു യെല്ലോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അവൾക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ കല്യാണത്തിൻ്റെ തലേന്ന് യെല്ലോ വേണ്ട എന്നുള്ളൊരു തീരുമാനമായിട്ട് നമ്മൾ വീണ്ടും കുറേയൊക്കെ നോക്കി കേട്ടോ. പിന്നെ ഈ ഒരു കളർ കണ്ടു. ഇതിൻ്റെയൊക്കെ വർക്കും കാര്യം ഈ ഒരു ടോപ്പ് വർക്ക് നന്നായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നല്ല കളറുമായിട്ട് തോന്നി. പിന്നെയും നമ്മൾ ഒന്നിൽ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ വീണ്ടും ഓരോന്നിങ്ങനെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എല്ലാ ബ്ലൗസസ് മാത്രം നമ്മളിങ്ങനെ നിരത്തി വെച്ച് നോക്കി, ഏതാണ് നമുക്ക് കുഴപ്പമില്ലാത്തതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് ഫൈനലൈസ് ചെയ്തില്ല കേട്ടോ. ഇവിടെ നിന്ന് നമ്മളെന്ത് ചെയ്തു, കുറച്ചുകൂടെ സാരീസൊക്കെ നോക്കി. ജസ്റ്റ് നമ്മൾ നോക്കിയതാണ്, എടുക്കാൻ വേണ്ടിയിട്ടല്ല. എങ്കിൽ കൂടെ നമ്മൾ ആ ഒരു ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. അതിനുശേഷം നമ്മൾ ബില്ല് ചെയ്തു. ആക്ച്വലി ഞാനും എൻ്റെ ഫ്രണ്ടും എടുത്ത ഡ്രസ്സാണ് കേട്ടോ നമ്മൾ ഈ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ലെഹങ്കയല്ല. നമ്മളിവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു ശോഭിക വെഡ്ഡിങ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരെന്നെ നോക്കുന്നു കൂടെ ഇല്ല, നോക്കിയാൽ വീഡിയോയിൽ വരുന്നു പറഞ്ഞിട്ട് അവർ നോക്കുന്നില്ല. ലാസ്റ്റ് നമ്മൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ശോഭികയിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഞാനിങ്ങനെ ഈ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതേ ഇവർ വരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി എന്നെയും കൂടെ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവർ രണ്ടുപേരും എന്നെ നോക്കൊന്നും കൂടില്ല. ഞാനുണ്ടെന്നുള്ള ഭാവം പോലും ഇവർക്കില്ല കേട്ടോ. നമുക്ക് ദേഷ്യം വരികയാണ് എന്നെ കളി കണ്ടിട്ട്. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ നേരെ നമ്മൾ ശോഭികയിലേക്ക് കയറി. അവിടെ നമ്മൾ ബ്രൈഡൽ സെഷനിലേക്ക് പോവാണ്. ലെഹങ്കാസ് ഇവിടെ ഒരുപാടുണ്ട്, ഒരുപാട് ഇങ്ങനെ കളക്ഷൻസ് കാണുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ നോക്കുകയാണ്. ഈ ഒരു കളറ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ട്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മളൊന്ന് സെലക്ട് ചെയ്തുള്ളൂ. സെലക്ട് ചെയ്തത് ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ, ബിക്കോസ് നമുക്ക് ആ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ എന്തായാലും ഇനി വരുന്ന വ്ളോഗിൽ കാണാം. അപ്പം നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാം, അവളുടെ ആ ഒരു കറക്റ്റ് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തെന്നൊക്കെ നമുക്ക് അപ്പം കാണാം. നമ്മളിവിടെ കുറേ ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ
ഹാങ് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്തൊക്കെ അവളിങ്ങനെ ട്രയൽ നടത്തി നമുക്ക് രസമുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം ഞാനിതാ വെറുതെ മിററിൻ്റെ അടുത്തൊക്കെ പോയി കുറേ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സെലക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ശോഭികയായാലും ഗീതയായാലും നമുക്ക് അഫോർഡബിളായിട്ടുള്ള ഒരു റേറ്റിലുണ്ട്, സാധനം ഉണ്ട്, നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ചപ്പൽ സെലക്ട് ചെയ്യാൻ പോയി കേട്ടോ. അപ്പം എനിക്ക് ഇവിടെ ഒരു ചപ്പൽ ഇഷ്ടമായി. ഈ ഷൂ ആണ് കേട്ടോ ഇഷ്ടമായത്. പക്ഷേ എനിക്കിത് ചേരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് അത് വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അവൾക്ക് സൈസ് ഓക്കെ ഇല്ല എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ ബില്ല് ചെയ്യാൻ പോയി. അപ്പോൾ അവർക്ക് ദേഷ്യം വരികയാണ് ഞാൻ വീഡിയോ എടുത്തിട്ട്. അതിനുശേഷം ഈ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണമായിരുന്നു, ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ജസ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്രാസ് എന്ന റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ മന്തിയാണ് സെലക്ട് ചെയ്തത്. അപ്പം ഇവരിങ്ങനെ കയറുന്ന സമയത്ത് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഒന്നുകിൽ ഈ വീഡിയോ വന്ന് അവരെന്നെ കൊല്ലും, അതാ ലാസ്റ്റ് ഉണ്ടാവാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ അതിനുള്ളിലേക്ക് കയറി ഓർഡർ ചെയ്തു. ഇവരിങ്ങനെ കയറിയിരിക്കുമ്പോഴൊക്കെ എക്സ്പ്രഷൻ കണ്ടേ. അതിനുശേഷം ഫുഡ് എത്തിയിട്ടോ. മന്തിയായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ഹാഫ് മന്തി, അത് അത്ര മതിയായിരുന്നു. നമ്മളൊക്കെ അത്രയും കഴിക്കുന്ന ടീമാണ്. നമ്മളത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പെട്രാസിലെ മന്തി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെ കൊയിലാണ്ടി പോകുന്നതിൻ്റെ നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ്. അതും മന്തിയാണ് നമ്മളെ ഫേവറേറ്റ്. അപ്പോൾ ഫുഡ് കഴിച്ചു.